അങ്ങയുടെ തിരുസേന ഞങ്ങളുടെ മക്കളെ കണ്ണുനീരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുസേന ഞങ്ങളുടെ മക്കൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ കണ്ണുനീരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ. പരിശുദ്ധമ്മേ, ഇപ്പോഴും ദിവ്യകാരുണ്യത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠ പ്രാർത്ഥിക്കണമേ. മാരക തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് വീടില്ലാത്തവരെയും സ്ഥലമില്ലാത്തവരെയും അനുഗ്രഹിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പട്ടത്തിന് താമസിക്കുന്നവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഭഗവത്പടി നടക്കാത്തവർ, പ്രമാണം കൈ കിട്ടാത്തവർ, പൊക്കുവരവ് നടത്താത്തവർ, എല്ലാ മേഖലകളും സമർപ്പിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, fire from God, soak with the precious blood, God increase His Spirit of power. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, ഈ മേഖലകളെല്ലാം ഒരു ജോലിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മേൽ അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയും കാരുണ്യം പ്രവർത്തിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ പരീക്ഷകളെയും, യോഗ്യതാ പരീക്ഷകൾ, വിദേശത്തേക്ക് പോകുന്നതിനുള്ള പ്രത്യേക പരീക്ഷകൾ, IELTS, നെറ്റ്, ഹാർഡിൻ്റെ എക്സാമിനേഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലിരുന്ന് നിയോഗം അർപ്പിക്കുന്നവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സാമ്പത്തികമായ കടങ്ങൾ, കേസുകൾ, തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, വഴിയില്ലാത്ത അവസ്ഥകൾ, പലതരത്തിലുള്ള കുടിപ്പകകൾ കർത്താവിന് സമർപ്പിച്ച് നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, വിഷയങ്ങൾ ഒക്കെ സമർപ്പിക്കേണ്ട സമയമാണ്. എന്തെല്ലാം ഉടമ്പടി വെച്ചിട്ടുണ്ടോ അതെല്ലാം സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നെന്ന് വാഗൊണ്ട് പറയണം, പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രധാനപ്പെട്ട ഡേറ്റുകൾ, നിൻ്റെ ജീവിത ദൈവികമായ ഇടപെടൽ ഉണ്ടാകേണ്ട ദിവസങ്ങൾ, സമയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുക. എല്ലാ ദേശങ്ങളിലും ഇരുന്നുകൊണ്ട് മൊബൈലിൽ ലൈവായി ഈ വിഷയം, ഈ ആരാധന കൂടുന്നവരെ ഡേറ്റുകൾ ഇടുക. സമയം ദൈവത്തിൻ്റേതാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നിനക്ക് വേണ്ടി അത് സ്വാധീനിച്ച് ക്രമീകരിക്കാനുള്ള അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. അതിനാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിൻ്റെ ഡേറ്റുകൾ ഇടുക. ഉടമ്പടി ചെയ്യാത്തവർക്കും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഡേറ്റുകൾ ഇടാവുന്നതാണ്. സ്ഥലമളവിൻ്റെ ഡേറ്റ്, ഉടമ്പടി ഡേറ്റ്, പരീക്ഷ ഡേറ്റുകൾ, വിവാഹത്തിൻ്റെ ഡേറ്റ്, മനസ്സമ്മതത്തിൻ്റെ ഡേറ്റുകൾ, ഓപ്പറേഷൻ്റെ ഡേറ്റുകൾ, ചികിത്സാ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, തിരിച്ചുവരവ്, തിരിച്ചുപോക്ക്, എല്ലാ ഡേറ്റുകൾ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ ഡേറ്റുകൾ സമർപ്പിക്കുക, ടെസ്റ്റ് ഡേറ്റുകൾ സമർപ്പിക്കുക. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. A fire finger soak with the precious blood. God infuse His Spirit. And with the authority of the Catholic Church, with the power of Jesus Christ,
With the merit of some Holy Priesthood, I bless and hallow this service. നിറച്ച ബസ്സുകൾ എടുക്കുക. നിറച്ച ബസ്സുകളെ ആശീർവദിക്കുന്ന സമയമാണ്. തിക്കിലും തിരക്കിലും സ്വർണം മാല നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടമ്പടി ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പുതുക്കുന്നതിന് പ്രഷ്യപത്രത്തിൻ്റെ കാർഡുകൾ മാത്രം കൗണ്ടറിൽ കാണിച്ചാൽ മതിയാകും. 3ാമത് പുതുക്കുന്നതിന് പത്രത്തിൻ്റെ 12ാം പേജിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പത്രത്തിൻ്റെ 12ാം പേജ് വായിച്ച് നോക്കേണ്ടതാണ്. 3ാമത് പുതുക്കുന്നതിന് നിങ്ങളുടെ അനുഭവ സാക്ഷ്യം ഓഫീസിൽ എഴുതി കൊടുത്തിട്ട് അവർക്കത് ബോധ്യപ്പെട്ടെങ്കിൽ സീല് ചെയ്ത് തരും. ഒപ്പിട്ട് സീല് ചെയ്ത് തരുമ്പോൾ 3ാമത് പുതുക്കാൻ കഴിയും. ഉടമ്പടി 4ാമത് പുതുക്കുന്നതിന് അനുഭവ സാക്ഷ്യം ഇവിടെ ഹോളിൽ പറയണം, അൾത്താറയിലല്ല. ഉടമ്പടി ക്ലാസ്സിൻ്റെ മധ്യേ പറയണം. അതാദ്യം എഴുതി ഓഫീസിൽ കൊടുത്തിട്ട് സീൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ ബദലിനെ കൊടുത്ത് അത് പറയേണ്ടത്. 5ാമത് പുതുക്കുന്നതിന് 5ാമത് പുതുക്കത്തിന് ആവശ്യമായ രേഖകളോടുകൂടി അൾത്താറയിൽ സാക്ഷ്യം പറയാനുള്ള യോഗ്യത നേടണം. അൾത്താറയിൽ സാക്ഷ്യം പറയണമെങ്കിൽ ഉടമ്പടി കണ്ടൻറ്റും ഫീച്ചേഴ്സുമുള്ള സാക്ഷ്യങ്ങളാണ് അൾത്താറയിൽ പറയേണ്ടത്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉടമ്പടി ബുക്കിലുണ്ട്. ഉടമ്പടി പദ്ധതിയും പ്രയോഗവും പുസ്തകം ഓഫീസിൽ നിന്ന് കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിറച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപൂർവ്വം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, the fire of influence, soak with the precious and with the authority of the Catholic Church, the power of Jesus Christ, with the merit of some Holy Priesthood, I bless and hallow this service. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിറച്ച വസ്തുക്കളെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. സമാപന ആശീർവാദത്തിൻ്റെ സമയത്തും നിറച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. മരിയൻ തപസ്സിന് നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ തപസ്സിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. 150 സീറ്റ് മാത്രമേ ഉള്ളൂ. ഓരോ മാസവുമാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അടുത്ത മാസം ഫെബ്രുവരി മാസത്തത് ഈ മരിയൻ തപസ് മുതൽ ഫെബ്രുവരി മാസത്തെ തപസ്സിന് ബുക്ക് ചെയ്യാവുന്നതാണ്. മാർച്ച് മാസത്ത് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാത് മാസമാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ല. അന്ന് തന്നെ ആർക്കും വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ആധാർ കാർഡുകൾ ഇവിടെ സ്ഥിരം രാത്രി താമസിക്കാൻ ആധാർ കാർഡ് കരുതേണ്ടതാണ്. എല്ലാ ദിവസവും തിങ്കളും എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനും പറ്റും, പുതുക്കാനും പറ്റും. പഴയതുപോലെയല്ല. ഇപ്പോൾ ഇന്ന് പ്രാർത്ഥനാ ദിവസമാണ്. ഇന്ന് ഉടമ്പടി എടുക്കാൻ പറ്റും, പുതുതായിട്ട് പുതുക്കാനും പറ്റും. എല്ലാ ദിവസവും പുതുക്കാൻ പറ്റും. എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനും പറ്റും. ഇന്ന് 4 മണി മുതലാണ് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആർക്കും ഉടമ്പടി ഫോം കൊടുക്കത്തില്ല. കാരണം നേരത്തെ സ്റ്റോപ്പ് ചെയ്തിരുന്നതാണ്. കാരണം
ഇവരെ ഇവിടുന്ന് ഉടമ്പടി ഫോം മേടിച്ചിട്ട് വല്ലയിടത്ത് പോയി ഊണും കഴിച്ചിട്ട് അവിടെയൊക്കെ ഇരുന്ന് പൂരിപ്പിച്ചുകൊണ്ട് വന്ന് പെട്ടിയിട്ട് അയച്ചും പോകും. നമ്മളറിയത്തില്ലല്ലോ. അപ്പോൾ കൊണ്ട് 4 മണിക്കാണ് ക്ലാസ് തുടങ്ങണത്. ഉടമ്പടി ക്ലാസ് തുടങ്ങണത് 4 മണിക്കാണ്. നേരത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ പരിമിതിയായിരുന്നു. കാസർഗോഡും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളവർക്ക്, ഹൈ റേഞ്ചിലുള്ളവർക്ക്, ബോർഡറുള്ളവർക്ക് മാത്രമേ പുതുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏത് ജില്ലക്കാർക്കും പുതുക്കാം, ഏത് ജില്ലക്കാർക്കും പുതുക്കാം, ഏത് ജില്ലക്കാർക്കും ഉടമ്പടി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇട ദിവസങ്ങൾ വരുന്ന തിക്കൽ കുറക്കാൻ വേണ്ടിയാണ് ഇപ്പം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം 4 മണി തൊട്ട് ഉടമ്പടി എടുക്കാനും പുതുക്കാനും പറ്റും. നിങ്ങൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നാൽ മതി. അവിടുന്ന് ക്ലാസ് ലഭിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. ഇപ്പം 4 മണി വരെ ഫ്രീ ആണ്. 4 മണിക്കാണ് ഉടമ്പടി ക്ലാസ്സുകൾ തുടങ്ങുന്നതും ഉടമ്പടി പുതുക്കാൻ തുടങ്ങുന്നതും. അപ്പോൾ അത് ആ സമയത്ത് പ്രാർത്ഥിക്കുകയോ, ഫ്രീ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഫ്രഷാകാനും ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണത്. ഉപവസിക്കേണ്ടവർക്ക് ഉപവസിക്കാം. നമ്മുടെ ഉപവാസം ശനിയാഴ്ച, അറിയാമല്ലോ. ഉടമ്പടി ഉപവാസം ശനിയാഴ്ച, ചൊവ്വാഴ്ച തിങ്കളാഴ്ച അല്ല. നേരത്തെ പണ്ടുപോലെ അങ്ങനെയാണ്. ബുധനാഴ്ച മാതാവിൻ്റെ ദിവസം, ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം. അപ്പം ഉടമ്പടി ഉപവാസം പിന്നെ ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ആണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമുണ്ട്. കഴിച്ചിട്ട് വന്ന് ശാന്തമായി 4 മണിക്ക് ഓപ്പണെടുത്ത് ക്ലാസ്സിൽ പങ്കെടുത്ത്, ക്ലാസ്സാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ ക്ലാസ് കിട്ടിയാലും അച്ഛൻ്റെ പ്രസംഗങ്ങൾ, ഉടമ്പടി പ്രസംഗങ്ങൾ എപ്പോഴും ഇന്ന് തന്നെ കണ്ടില്ലേ, വിശ്വാസാനുഭവം എങ്ങനെയാണ് വിശ്വാസം വേഗത്തിലാക്കണം. ഇപ്പോൾ ഓരോരോ കാലത്ത് കർത്താവ് അപ്ഡേറ്റ് ചെയ്യണത്, അപ്ഡേഷൻ കിട്ടണ എല്ലാം ആരാധന പ്രസംഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം അതനുസരിച്ച് മൂവ് ചെയ്ത് പോകണം. ഇപ്പോൾ സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോകുന്നു. രോഗികൾക്ക് ചീട്ട് കിട്ടും കേട്ടോ. 8-ാം നമ്പർ കൗണ്ടറിൽ നിന്ന് രോഗികൾക്ക്, അതായത് ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ ലിവർ കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, അങ്ങനെ മാരകമായ രോഗികൾക്ക് ചീട്ട് കിട്ടാം. ചീട്ട് കഴിയുമ്പോൾ ചീട്ട് കിട്ടുന്ന രോഗികളെല്ലാവരും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിന്നെ ഉടമ്പടി 5 പുതുക്കിയവരെ അച്ഛൻ കാണും. പിന്നെ 3 പുതുക്കിയവർ, അല്ല 4 പുതുക്കിയവർ, 3 പുതുക്കി, അത്രയും ആൾക്കാർക്ക് മെസ്സേജ് കിട്ടും. സാക്ഷ്യം പറഞ്ഞ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ, സാക്ഷ്യം പറഞ്ഞ പേപ്പർ കയ്യിലുണ്ടാകണം. അപ്പോൾ അവർക്ക് മെസ്സേജ് കിട്ടും. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എത്രയും വേഗം നിങ്ങൾ സാക്ഷ്യം പറയാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സാക്ഷ്യമാണ്. വൃത്തിമനയും ഭംഗിയായിട്ട് ദൈവത്തോട് വിശ്വസ്തയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട്. സാക്ഷ്യം കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കരങ്ങൾ ഉയർത്താം, നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കാം. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. നിങ്ങൾ എഴുതിയ ജീവിത നിയോഗങ്ങൾ വേഗതയോടെ ലഭിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. ദൈവസ്നേഹത്തോടെ സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയിൽ ഞങ്ങൾ നിയോഗിച്ച നിയോഗങ്ങൾ എത്രയും വേഗം ലഭിക്കാൻ ദിവ്യകാരുണ്യത്തിന്റെ മുദ്ര ഞങ്ങളിൽ അഭിഷേകമാകണമേ. ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളും ആശീർവദിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സംരക്ഷിക്കണമേ കർത്താവേ, സൗഖ്യപ്പെടുത്തണേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.